ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ പോകുന്ന വഴിക്ക് ചീയപ്പാറയിലാണ്. അപ്പോൾ ചീയപ്പാറയിൽ വന്നപ്പം ആദിവാസികൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ആ സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാണ് കുറേ സാധനങ്ങൾ. ഈ കാണുന്നത് പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്ലാസ്ക്കാണ്. കാട്ടിലൊക്കെ പോകുമ്പോൾ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് പുട്ടുകുടമാണ്, മുള കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പുട്ടുകുടമാണ്. ഇവിടെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അമ്പും വില്ലും. അതേപോലെ തന്നെ ഇതാണ് കേട്ടോ, ഇത് മെയിൻ സാധനമാണ്. ഞാനിത് കൂട്ടൊരെണ്ണം മേടിച്ച്, നിസ്സാര വിലയുള്ളൂ. ഇത് നമുക്ക് മസിൽ പെയിന് കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. മസാജ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണ് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ വിൽക്കുന്നത്. ഈ ചേട്ടൻ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരും. ഒന്ന് പറഞ്ഞേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രോഡക്റ്റ് മുളേരിയാണ്. ബംബു റൈസ്. ബംബു റൈസിൻ്റെ പ്രത്യേകത, അത് 40 വർഷം കൂടുമ്പോഴാണ് മുള പൂത്ത അരി കിട്ടുന്നത്. അതിൻ്റെ കളക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ആദിവാസികളുടെ സൊസൈറ്റി ഉണ്ട് വയനാട്, ഇടുക്കി മേഖലകളിൽ. അവർ വനത്തിൽ പോയി ശേഖരിക്കുന്നതാണ് മുളയരി. പിന്നെ മെഡിസിനാണത്, പായസം വെക്കാനല്ല ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത്. ഷുഗർ, സന്ധിവേദന, പ്രസവരക്ഷ, പ്രഗ്നൻസി, ഇതിനൊക്കെ മരുന്നാണ്. ഇതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന തൈലം ആണ്. ഇത് യുക്കാലി വിസിലാണ്, പല പല കിളികളുടെ സൗണ്ട് വരും. പേന, തടി കൊണ്ടാക്കിയ പേന. പിന്നെ ചെറുതേനുണ്ട്, വൻതേനുണ്ട്. ചെറുതേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ചെറുതേനാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അതെല്ലാം കാട്ട് കുടംപുളി, തേൻ നെല്ലിക്ക, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മൂന്നാർ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുൻവശത്തായിട്ട് വലത് സൈഡിൽ ചേട്ടനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വേണ്ട ആൾക്കാർ ഇവിടെ വരുമ്പോൾ ചേട്ടനെ സമീപിക്കുക. എല്ലാം നല്ല എഫക്റ്റീവായിട്ടുള്ള നാടൻ സാധനങ്ങളാണ്. അപ്പോൾ മാക്സിമം ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ പേര് രാജേഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അന്വേഷിച്ചാൽ അറിയാം. രാജേഷ് എന്ന് പറയുന്ന ചേട്ടനെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്തുക നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, ബൈ.